മൈക്രോ ഐ ടിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മിസലേനിയസ് കമ്പോണൻസ് എന്ന ചാപ്റ്ററാണ്. മിസലേനിയസ് കമ്പോണൻസ് അതായത് റെഫ്രിജറേഷൻ സിസ്റ്റത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന വിവിധ തരം കമ്പോണൻസുകളെ കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തത് ഓയിൽ സെപ്പറേറ്റർ. ഓയിൽ സെപ്പറേറ്റർ എന്ന് പറയുമ്പോൾ പേരിലുള്ളത് പോലെ തന്നെ ഓയിലിനെ സെപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഉപകരണത്തിന്റെ ഫങ്ഷൻ. അതിന്റെ ഫിഗറാണ് ഇവിടെ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തിൽ നിന്നാണ് ഓയിലിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്? An oil separator is fitted in between compressor and condenser. It separates oil from compressed vapor and return it to the crankcase. ഓയിൽ സെപ്പറേറ്റർ എന്ന് പറയുമ്പോൾ ഓയിലിനെ സെപ്പറേറ്റ് ചെയ്യാന്നാണെന്ന് ഞാൻ പറഞ്ഞു. എന്തിൽ നിന്ന്? അതുപോലെ എവിടെയാണ് ഫിറ്റ് ചെയ്യുന്നത്? കംപ്രസറിന്റെയും കണ്ടൻസറിന്റെയും ഇടയിലാണ് ഇതിന്റെ സ്ഥാനം. ഓയിൽ സെപ്പറേറ്ററിന്റെ സ്ഥാനം ഓയിൽ സെപ്പറേറ്റർ ഫിറ്റ് ചെയ്യുന്നത് കണ്ടൻസറിന്റെയും കംപ്രസറിന്റെയും ഇടയിലാണ്. ഇനി എന്താണ് അതിന്റെ ഫംഗ്ഷൻ? ഇറ്റ് സെപ്പറേറ്റ് ഓയിൽ ഫ്രം കംപ്രസ്ഡ് വേപ്പർ ആൻഡ് റിട്ടേൺ ഇറ്റ് ടു ദ ക്രാങ്കേസ്. നിങ്ങൾക്കറിയാം, കംപ്രസറിൽ നിന്ന് റെഫ്രിജറന്റ് കംപ്രസ് ചെയ്ത് വരുന്ന വേപ്പർ റെഫ്രിജറന്റിൽ കംപ്രസറിന്റെ ഉള്ളിൽ ഓയിൽ ഉണ്ടായിരിക്കും അല്ലെ? ഈ ഓയിലിന്റെ പാർട്ടിക്കിൾസ്, ചെറിയ മൈന്യൂട്ട് പാർട്ടിക്കിൾസ് ഇൻ കേസ് കംപ്രസർ വേപ്പറിൽ കംപ്രസ് ചെയ്യുന്ന വേപ്പർ റെഫ്രിജറന്റിന്റെ കൂടെ പുറത്തേക്ക് കംപ്രസറിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പുറത്തേക്ക് വരികയാണെങ്കിൽ ആ വേപ്പറിലുള്ള ഓയിൽ കണ്ടന്റ് കണ്ടൻസറിലേക്ക് പോകുന്നതിന്റെ മുമ്പായിട്ട് അതിനെ തടഞ്ഞു വെക്കുക, അല്ലെങ്കിൽ അതിനെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓയിൽ സെപ്പറേറ്റർ ഉപയോഗിക്കുന്നത്. അതായത് കംപ്രസറിൽ നിന്നും കംപ്രസ് ചെയ്യപ്പെടുന്ന റെഫ്രിജറന്റിന്റെ കൂടെ കംപ്രസറിന്റെ അകത്തുള്ള ഓയിൽ അതിലൂടെ പുറത്തേക്ക് വരികയാണെങ്കിൽ എന്ത് സംഭവിക്കും? കംപ്രസറിൽ കുറെ കഴിയുമ്പോൾ കംപ്രസറിനകത്ത് ഓയിൽ ഉണ്ടായിരിക്കും. ഡോമില് അടിഭാഗത്ത് ക്രാങ്ക് കേസ് എന്ന് പറഞ്ഞാൽ കംപ്രസറിന്റെ കേസിനാണ് നമ്മൾ ക്രാങ്ക് കേസ് എന്ന് പറയാം. അപ്പോൾ ക്രാങ്ക് കേസിലെ ഓയിലിന്റെ ലെവല് കുറഞ്ഞു പോകും. അത് വേപ്പർ റെഫ്രിജറന്റിന്റെ കൂടെ ഓയിലും പുറത്തേക്ക് വരുമ്പോൾ കുറെ കാലം വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ക്രാങ്ക് കേസിലുള്ള ഓയിലിന്റെ ലെവല് കമ്മിയാവും, കുറഞ്ഞു വരും. അപ്പൊ അങ്ങനെ കുറഞ്ഞു വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഓയിലിനെ എന്ത് ചെയ്യും? ഓയിൽ സെപ്പറേറ്റർ എന്ന് പറഞ്ഞ ഈ ഉപകരണം കംപ്രസറിന്റെയും കണ്ടൻസറിന്റെയും ഇടയിൽ ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഓയിലിനെ ഇതുപോലെയുള്ള ഇതിൽ കളക്ട് ചെയ്യും, എന്നിട്ട് കംപ്രസറിലേക്ക് തന്നെ തിരിച്ചു വിടും. അപ്പൊ നമുക്ക് ഈ ഫിഗർ നോക്കാം. അതാണ് ഓയിൽ സെപ്പറേറ്ററിന്റെ ഒരു ഫിഗർ. അപ്പൊ ഇതിൽ നിന്ന് ഇതാണ് കംപ്രസർ വേപ്പർ ഓയിൽ മിക്സർ. കംപ്രസറിൽ നിന്ന് വരുന്ന ലൈനാണ് ഇവിടെ ഇങ്ങനെ കൊടുക്കുന്നത്. ഇത് കണ്ടൻസറിലേക്ക് പോകുന്ന ലൈനും, ഇത് കണ്ടൻസറിലേക്ക് പോകുന്നത്, ഇത് കംപ്രസറിൽ നിന്ന് വരുന്നത്. പിന്നെ ഇതുപോലെയുള്ളൊരു ഷെല്ലാകൃതിയുള്ള ഒരു ഭാഗം, ഒരു സിലിണ്ടറിക്കൽ ഷെൽ, ഒരു സിലിണ്ടറിന്റെ രൂപത്തിൽ തന്നെയാണ് എന്നുണ്ടാവുക. കംപ്രസറിന്റെയും കണ്ടൻസറിന്റെ ഇടയിലാണ് ഇതിനെ ഫിറ്റ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ നോക്കുക, ഇവിടെ ഒരു ലൈനും കൂടി ഉണ്ട്. അതായത് ഈ അടിഭാഗത്ത് നിന്ന് ഒരു ലൈനിനെ പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇതാണ് ഓയിൽ ടു ദി ക്രാങ്ക് കേസ്. കംപ്രസറിന്റെ ക്രാങ്ക് കേസിക്ക് തന്നെ തിരിച്ച് ഓയിലിന് പോകാനുള്ള ഒരു ലൈനാണിത്. അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ് ഇനി ഉണ്ടാവുക? കംപ്രസ്ഡ് വേപ്പർ ഓയിൽ മിക്സർ ഈ ലൈനിലൂടെ അകത്തേക്ക് വരുന്ന സമയത്ത് വേപ്പർ ആയതുകൊണ്ട് അത് മോൾ ഭാഗത്താണ് കളക്ട് ചെയ്യപ്പെടുക. ഈ വരുന്ന റെഫ്രിജറന്റിൽ
ഓയിൽ ഉണ്ടെങ്കിൽ, ഓയിലിന്റെ അംശം ഉണ്ടെങ്കിൽ, ഓയിൽ വെയിറ്റ് കൂടിയ കാരണം ഇത് താഴെ ഭാഗത്ത് വന്ന് കളക്ട് ചെയ്യപ്പെടും. ഈ സിലിണ്ടറിന്റെ സിലിണ്ടറിക്കൽ ആകൃതിയിലുള്ള ഷേപ്പുള്ള ഈ സെപ്പറേറ്ററിന്റെ അടിഭാഗത്താണ് ഓയിൽ കളക്ട് ചെയ്യപ്പെടുക. അപ്പോ വേപ്പർ റെഫ്രിജറന്റ് എന്ത് ചെയ്യും? ഓയിൽ താഴേക്ക് വരും ചെയ്യും. ഇവിടെ നിന്നുള്ള വേപ്പർ റെഫ്രിജറന്റ് നേരെ കണ്ടൻസറിലേക്ക് തിരിച്ചു പോകും. പക്ഷെ ഇവിടെ വന്ന ഈ ഓയിൽ വന്ന് കളക്ട് ചെയ്യപ്പെട്ട ഓയിൽ ഇവിടെ ഇതൊരു ഫ്ലോട്ട് വാൽവാണ്. ഫ്ലോട്ട് വാൽവ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഫ്ലോട്ട് വാൽവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലിക്വിഡിന്റെ അളവ് ലെവൽ ചെയ്യപ്പെടുന്ന ഒരു വാൽവാണ് ഫ്ലോട്ട് വാൽവ്. ഇതിന്റെ ഇവിടെ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യാനുള്ള ഒരു ബോൾ ഉണ്ടായിരിക്കും, ഒരു പ്ലാസ്റ്റിക് ബോൾ. അപ്പൊ വെള്ളം ഓയിൽ അല്ലെങ്കിൽ ഓയിൽ നിറഞ്ഞു കഴിയുമ്പോൾ ഈ വാൽവ് ഇങ്ങനെ പൊങ്ങും, മുകളിലേക്ക് പൊങ്ങും. അപ്പോൾ ഇവിടെ ഉള്ള ഈ വാൽവ് ഓപ്പൺ ആവും. ഓപ്പൺ ആയ കഴിഞ്ഞാൽ ഇതിൽ കളക്ട് ചെയ്യപ്പെട്ട ഈ ഓയിൽ നേരെ എന്ത് ചെയ്യും? ക്രാങ്ക് കേസിലേക്ക്, കംപ്രസറിന്റെ ക്രാങ്ക് കേസിലേക്ക് പോകും. വീണ്ടും ഇതുപോലെ ഇതിലേക്ക് റെഫ്രിജറന്റ് വരുന്ന സമയത്ത് ഇതിൽ ഓയിൽ ഉണ്ടെങ്കിൽ ഇത്രയും ഭാഗം ആവുന്ന സമയത്ത് വീണ്ടും ഈ വാൽവ് ഓപ്പൺ ആവും. അപ്പൊ ഈ ക്രാങ്ക് കേസിലേക്ക് വീണ്ടും ഓയിലിനെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ ഫംഗ്ഷൻ ഇങ്ങനെ ഇവിടെ എത്ര ഓയിൽ വരുന്നുണ്ടോ ആ ഓയിലിന്റെ ലെവല് ഇത്ര എത്തിക്കഴിഞ്ഞാൽ ഈ ഫംഗ്ഷൻ നടക്കും. ഓക്കെ, അപ്പൊ അത്രയാണ് ഓയിൽ സെപ്പറേറ്റർ. അപ്പോൾ ഓയിൽ സെപ്പറേറ്റർ എവിടെയാണ് ഉണ്ടാവുന്നത്? സാധാരണ കൊമേഴ്സ്യൽ അപ്ലയൻസിലൊന്നുമില്ല. കൊമേഴ്സ്യൽ അപ്ലയൻസിലാണുള്ളത്, ഹോം അപ്ലയൻസിലൊന്നുമില്ല. അത് സാധാരണ ഫ്രിഡ്ജുകളിലൊന്നും നമുക്കിതൊന്നും കാണാൻ കഴിയില്ല, ഫ്രിഡ്ജ് എ സികളിലൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇൻഡസ്ട്രിയൽ യൂസിന്, കൊമേഴ്സ്യൽ അപ്ലയൻസിൽ വളരെ വലിയ ടണ്ണേജ് കൂടിയ റെഫ്രിജറേഷൻ സിസ്റ്റങ്ങളിൽ മാത്രമാണ് ഇതെല്ലാം കാണുക. ഐസ് പ്ലാന്റ്, അതുപോലെ സെൻട്രൽ എ സി പോലെയുള്ള റെഫ്രിജറേഷൻ സിസ്റ്റങ്ങളിലാണ് ഈ ഓയിൽ സെപ്പറേറ്റർ ഒക്കെ നമ്മൾ സാധാരണ കൊടുക്കുന്നത്. പിന്നെ ഇനി അടുത്ത മറ്റൊരു ഉപകരണത്തിന്റെ പേരാണ് ലിക്വിഡ് റിസീവർ. ലിക്വിഡ് റിസീവർ ചിത്രത്തിൽ കാണുന്ന പോലെ ഇങ്ങനെയാണ് അതിന്റെ ഡയഗ്രാം. Liquid receiver is a storage tank made of cast iron or cast steel. Liquid receiver എന്ന് പറയുമ്പോൾ ഒരു ജസ്റ്റ് ലൈക്ക് എ ടാങ്ക്, ഒരു ടാങ്കിനെ പോലെയാണ്. കാസ്റ്റ് സ്റ്റീലോ അല്ലെങ്കിൽ കാസ്റ്റ് അയണോ കൊണ്ടോ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ടാങ്കാണ് എന്ത് ലിക്വിഡ് റിസീവർ. ഇത് എവിടെയാണ് ഫിറ്റ് ചെയ്തിട്ടുണ്ടാവുക? ഇറ്റ് ഇസ് ലൊക്കേറ്റഡ് ജസ്റ്റ് ആഫ്റ്റർ കണ്ടൻസർ. കണ്ടൻസർ കഴിഞ്ഞതിന് കണ്ടൻസറിന്റെ തൊട്ട് അടുത്താണ് ലിക്വിഡ് റിസീവറിന്റെ സ്ഥാനം. അതുപോലെ നിങ്ങൾ റെഫ്രിജറേഷൻ സിസ്റ്റം ഒക്കെ വരച്ചപ്പോൾ നിങ്ങൾ ലിക്വിഡ് റിസീവർ വരച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം അപ്പൊ തന്നെ മനസ്സിലായില്ലേ, കണ്ടൻസറിന്റെ തൊട്ടടുത്താണ് എവിടെ ഈ ലിക്വിഡ് റിസീവറിന്റെ സ്ഥാനം. ലിക്വിഡ് റിസീവർ വരച്ചതായിട്ട് എനിക്ക് ഓർമ്മ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അറിയാം എന്ന് കരുതുന്നു. ഇനി എങ്ങനെയാണ് ലിക്വിഡ് റിസീവർ വർക്ക് ചെയ്യുന്നത്? ലിക്വിഡ് റിസീവറിന്റെ പ്രവർത്തനം എന്താണ്? ഈ കണ്ടൻസറിൽ നിന്ന് വരുന്ന വേപ്പർ റെഫ്രിജറന്റില് പൂർണ്ണമായും വേപ്പർ ആവാത്ത റെഫ്രിജറന്റുകൾ ഉണ്ടെങ്കിൽ അതിലുള്ള ലിക്വിഡിനെ കളക്ട് ചെയ്യുക എന്നാണ് ലിക്വിഡ് റിസീവറിന്റെ ഫങ്ഷൻ. ഒന്നുകൂടി പറഞ്ഞാൽ, ലിക്വിഡ് റെഫ്രിജറന്റിൽ നിന്നും വരുന്ന കണ്ടൻസറിൽ നിന്നും വരുന്ന റെഫ്രിജറന്റ് പൂർണ്ണമായും ലിക്വിഡ് ആവാത്ത അല്ലെങ്കിൽ വേപ്പർ ആവാത്ത വേപ്പർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിലുള്ള ലിക്വിഡിനെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലിക്വിഡ് റിസീവർ ഉപയോഗിക്കുന്നത്. ഒന്നുകൂടി പറഞ്ഞാൽ, ലിക്വിഡ് റിസീവർ ഒരു സ്റ്റോറേജ് ടാങ്ക് ആണ്. കാസ്റ്റ് അയൺ കൊണ്ടോ അല്ലെങ്കിൽ കാസ്റ്റ് സ്റ്റീൽ കൊണ്ടോ ഉണ്ടായിരിക്കുന്ന
ഉണ്ടാക്കിയിട്ടുള്ള സ്റ്റോറേജ് ടാങ്ക് ആണ് എന്ത് ലിക്വിഡ് റിസീവർ. ഇതിന്റെ സ്ഥാനം ജസ്റ്റ് ആഫ്റ്റർ കണ്ടൻസറിന്റെ തൊട്ട് അടുത്ത് ഫിറ്റ് ചെയ്യുന്ന ഒരു ഉപകരണമാണ് ലിക്വിഡ് റിസീവർ. ഇനി അഡ്വാൻറ്റേജസ് ഓഫ് ലിക്വിഡ് റിസീവർ. പിന്നെ ഒരു കാര്യം കൂടി പറയണ്ട, ഇവിടെ ഈ ലിക്വിഡ് റിസീവറിന്റെ ഇന്നിലും ഔട്ടിലും, അതായത് ലിക്വിഡ് റെഫ്രിജറന്റ് ഇങ്ങോട്ട് വരുന്ന ഈ ഭാഗത്തും പുറത്തേക്ക് പോകുന്ന ഈ ഭാഗത്തും ഇതേപോലെയുള്ള ഒരു വാൽവ് ഇവിടെയും കൂടി ഉണ്ടാവും. 2 സർവീസ് വാൽവുകൾ ഉണ്ടായിരിക്കും. ലിക്വിഡ് റിസീവറിന് 2 സർവീസ് വാൽവുകൾ കൂടി ഉണ്ടായിരിക്കും. ഇതിന്റെ മുകളിൽ തന്നെ ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും. സർവീസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിനെ അടയ്ക്കാനും തുറക്കാനും വേണ്ടിയിട്ടാണ് ഈ സർവീസ് വാൽവുകൾ ഉപയോഗിക്കുന്നത്. ലിക്വിഡ് റിസീവർ ഒരുപാട് കാര്യങ്ങൾക്കായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതായത് ലിക്വിഡ് റിസീവറിൽ നമുക്ക് റെഫ്രിജറന്റ് പൂർണ്ണമായിട്ട് ഒരു റെഫ്രിജറേഷൻ സിസ്റ്റത്തിലെ റെഫ്രിജറന്റിനെ പൂർണ്ണമായിട്ട് നമുക്ക് ഈ ലിക്വിഡ് റിസീവറിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ കഴിയും. എപ്പോ ആ സിസ്റ്റം ഒരുപാട് നാളത്തേക്ക് വർക്ക് ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ വേറൊരു ഭാഗത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ നമ്മളെ റെഫ്രിജറന്റ് പൂർണ്ണമായിട്ടും ഈ റിസീവറിൽ സ്റ്റോർ ചെയ്യാൻ കഴിയും. അതിന് ചെയ്യുന്നതിന് പമ്പ് ഡൗണിങ് എന്നൊക്കെ പറയും. അപ്പോൾ പമ്പ് ഡൗൺ എന്നാണ് അതിന് പറയാം. അത് എങ്ങനെ ചെയ്യാന്ന് ഇനി വരുന്ന ക്ലാസ്സുകൾ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് വരുന്നുണ്ട്. ഇപ്പൊ ജസ്റ്റ് റിസീവറിനെ കുറിച്ച് ജസ്റ്റ് മനസ്സിലാക്കുക മാത്രം ചെയ്താൽ മതി. ഇനി അഡ്വാൻറ്റേജസ് ഓഫ് ലിക്വിഡ് റിസീവർ. ലിക്വിഡ് റിസീവറിന്റെ അഡ്വാൻറ്റേജ് എന്താണ്? ലിക്വിഡ് റിസീവർ ഉപയോഗിക്കാൻ എന്നുകൊണ്ടുള്ള ഗുണങ്ങൾ. 1, ഇറ്റ് സപ്ലൈസ് ലിക്വിഡ് റെഫ്രിജറന്റ് ടു ദ ഇവാപറേറ്റർ. അത് ഇവാപറേറ്ററിലേക്ക് ലിക്വിഡായ റെഫ്രിജറന്റിനെ മാത്രം സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലിക്വിഡ് റിസീവർ ഉപയോഗിക്കും. കാരണം കണ്ടൻസറിൽ നിന്നും പൂർണ്ണമായിട്ടും ലിക്വിഡ് ആവാത്ത റെഫ്രിജറന്റിനെ ഈ ലിക്വിഡ് റിസീവർ താഴെ അതിൽ സംഭരിക്കും. നോക്കാം അതെങ്ങനെ സാധിക്കുന്നത്. ലിക്വിഡ് റെഫ്രിജറന്റ് ഇൻ എന്ന് പറയുമ്പോൾ കണ്ടൻസറിൽ നിന്നും വരുന്ന ലിക്വിഡ് റെഫ്രിജറന്റ് ആണ് ഇതിലേക്ക് വന്ന് വീഴുന്നത്. അപ്പൊ ഇതില് ഈ ലിക്വിഡ് റെഫ്രിജറന്റിന്റെ താഴ്ഭാഗത്തു നിന്നാണ് ഇവാപറേറ്ററിലേക്കുള്ള ഈ കോയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. കണ്ടോ, ഈ ലിക്വിഡിൽ മുട്ടി നിൽക്കുകയാണ് പൈപ്പ്. ട്യൂബുകൾ ഈ ലിക്വിഡ് റിസീവറിന്റെ ലിക്വിഡിൽ മുട്ടിയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് പൂർണ്ണമായിട്ടും ലിക്വിഡ് ആവാത്ത റെഫ്രിജറന്റ് ഉണ്ടെങ്കിൽ, അതായത് വേപ്പർ സ്റ്റേജിലുള്ള റെഫ്രിജറന്റ് ആണെങ്കിൽ എന്ത് ഉപയോഗിക്കും? ഈ മോൾ ഭാഗത്ത് ഇവിടെ കളക്ട് ചെയ്ത് ഇവിടെ നിൽക്കും, ഇവിടെ തങ്ങി നിൽക്കും. അത് പൂർണ്ണമായിട്ടും ലിക്വിഡ് ആയതിനു ശേഷം മാത്രമേ ഈ താഴ്ഭാഗത്ത് നിന്ന് മാത്രമേ ഇതിലൂടെ പോവാന് ലിക്വിഡ് ഈ ലൈന് താഴെ മുട്ടി നിൽക്കുന്നതുകൊണ്ട് ഇതിലൂടെ മാത്രമേ പോകാൻ കഴിയുള്ളൂ. അതുകൊണ്ട് വേപ്പർ റെഫ്രിജറന്റ് ഒരിക്കലും ഇവാപറേറ്ററിലേക്ക് പോകില്ല. അപ്പൊ അങ്ങനെ പോവാതെ തടയുന്നതിന് ലിക്വിഡ് റിസീവർ വെക്കുന്നത് നല്ലതാണ്. അതാണ് ഒന്നാമത്തത്. ഇറ്റ് സപ്ലൈസ് ലിക്വിഡ് റെഫ്രിജറന്റ് ടു ദ ഇവാപറേറ്റർ. ഇവാപറേറ്ററിലേക്ക് ലിക്വിഡ് റെഫ്രിജറന്റ് മാത്രം കടത്തിവിടാൻ ഈ ലിക്വിഡ് റിസീവർ സഹായിക്കും. രണ്ടാമത്തെ, സ്ലൈറ്റ്ലി എക്സസ് ഓർ ഷോർട്ട് ഓഫ് റെഫ്രിജറന്റ് ഡസ് നോട്ട് എഫക്ട് ദ വർക്കിംഗ് ഓഫ് ദ മെഷീൻ. അതായത് ചെറിയ തോതിലുള്ള റെഫ്രിജറന്റിന്റെ ഷോർട്ടോ അല്ലെങ്കിൽ കൂടുതലോ ഈ ലിക്വിഡ് റിസീവർ വെക്കുന്ന സിസ്റ്റങ്ങളിലാണെങ്കിൽ അത് മെഷീനെ ഒരു തരത്തിലും ബാധിക്കൂല. അത് ലിക്വിഡ് റിസീവർ ഉള്ളത് കൊണ്ട് ചെറിയ കുറവോ കൂടുതലോ റെഫ്രിജറന്റിന്റെ കൂടുതലോ കുറവോ വർക്കിംഗ് മെഷീന്റെ വർക്കിങ്ങിനെ ഒരിക്കലും ബാധിക്കുന്നില്ല. കാരണം എന്താ? ലിക്വിഡ് റിസീവറിൽ ആവശ്യത്തിന് റെഫ്രിജറന്റ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് ആവശ്യത്തിനുള്ള റെഫ്രിജറന്റ് മാത്രമേ എപ്പോഴും റെഫ്രിജറേഷൻ സിസ്റ്റത്തിലേക്ക് സർക്കുലേറ്റ് ചെയ്യിക്കുള്ളൂ. എത്ര മെഷീനുകളിൽ? ലിക്വിഡ് റിസീവർ ഉപയോഗിക്കുന്ന മെഷീനുകൾ. മൂന്നാമത്തെ, ഗ്യാസ് ക്യാൻ ബി സ്റ്റോർഡ് ഇൻ ലിക്വിഡ് റിസീവർ വെൻ ദ പാർട്ട് ഓഫ് ദ മെഷീൻ ടു ബി റിപ്പയർഡ്. നമുക്ക് ഏതെങ്കിലും ഈ സിസ്റ്റത്തിലെ ഏതെങ്കിലും പാർട്ട് റിപ്പയർ ചെയ്യേണ്ട ആവശ്യം വരികയാണെങ്കിൽ, അത് കംപ്രസറിനോ അല്ലെങ്കിൽ കണ്ടൻസറിനോ ഇവാപറേറ്ററിനോ അല്ലെങ്കിൽ അതിന്റെ ഇടയിലുള്ള ബാക്കി ഭാഗങ്ങൾക്കൊക്കെ
റിപ്പയറിങ് അല്ലെങ്കിൽ ഗ്യാസ് ലീക്ക് അങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങൾ, എന്തെങ്കിലും കംപ്ലൈൻറ്റ്സ് വരികയാണെങ്കിൽ അത് റിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഗ്യാസ് കംപ്ലീറ്റ് ഈ ലിക്വിഡ് റിസീവറിൽ സ്റ്റോർ ചെയ്യാൻ കഴിയും. ഗ്യാസ് കംപ്ലീറ്റ് ലിക്വിഡ് റിസീവറിൽ സ്റ്റോർ ചെയ്യാൻ കഴിയും. അതാണ് വേറൊരു അഡ്വാൻറ്റേജസ്. അതിനാണ് 2 വാൽവ് കൊടുത്തത് എന്ന് നേരത്തെ പറയണ്ടായി. 2 വാൽവുകൾ ഉണ്ടായിരിക്കും ഈ സ്റ്റോർ ചെയ്തിട്ട്, അത് രണ്ടും അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ ഇതിന്റെ ഉള്ളിലത്തെ ഗ്യാസ് അവിടെ ഭദ്രമായിട്ടും അവിടെ ഇരിക്കും. പിന്നെ നമുക്ക് എല്ലാ റിപ്പയറിങ്ങും കഴിഞ്ഞതിന് ശേഷം ഈ വാൽവ് രണ്ടും തുറക്കുന്ന സമയത്ത് മാത്രമേ ഇതിൽ നിന്ന് റെഫ്രിജറന്റ് പുറത്തേക്ക് പോവുകയുള്ളൂ. അടുത്ത 4ാമത്തെ, ഗ്യാസ് is stored in the liquid receiver when the machine to be stopped for long period so that it may not leak out from the system. അതായത് നമ്മൾ ഈ റെഫ്രിജറേഷൻ സിസ്റ്റം ഒരുപാട് നാളത്തേക്ക് ഉപയോഗിക്കാതെ വെക്കുകയാണെങ്കിൽ, കുറെ കാലത്തേക്ക് അടച്ചിടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഷട്ട് ഡൗൺ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരുപാട് സമയത്തേക്ക് നിർത്തി വെക്കുകയാണെങ്കിൽ സിസ്റ്റത്തിൽ നിന്നുള്ള കംപ്ലീറ്റ് റെഫ്രിജറന്റും ഈ ലിക്വിഡ് റിസീവറിൽ സ്റ്റോർ ചെയ്യും. എന്നിട്ടാണ് അങ്ങനെ സ്റ്റോർ ചെയ്തിട്ട് 2 വാൽവുകളും അടച്ചു വെക്കും. അതുകൊണ്ട് ഒരു ഗുണമുള്ള എന്താന്ന് വെച്ചാൽ, വേറെ എവിടെയെങ്കിലും വേറെ ഏതെങ്കിലും ഭാഗങ്ങളിൽ ലോങ് പീരീഡ് നിർത്തിയിടുമ്പോൾ ഈ പ്ലെയർ നെറ്റിന്റെ ഓരോ ജോയിന്റുകളിലൂടെയൊക്കെ ലീക്ക് ആവുന്നത് തടയാൻ എന്തുകൊണ്ട് സാധിക്കും? ഈ ലിക്വിഡ് റിസീവറിൽ ഇത് സ്റ്റോർ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് സാധിക്കും. അതിനു വേണ്ടിയിട്ടാണ് ലിക്വിഡ് റിസീവറിൽ നേരത്തെ ഞാൻ പറഞ്ഞു, പിന്നെ പമ്പ് ഡൗൺ ദ സിസ്റ്റം എന്നാണ് അതിന് പറയാം. അത് നിങ്ങൾക്ക് വഴിയെ ബാക്കിയുള്ള വരും ദിവസങ്ങൾ അല്ലെങ്കിൽ വേറെ ചാപ്റ്ററുകളിലാണ് അതൊക്കെ ഉള്ളത്. ഓരോ സർവീസ് ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്. അതിന് അപ്പോഴാണ് നിങ്ങൾക്ക് എങ്ങനെയാണത് സാധിക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ലിക്വിഡ് റിസീവറിൽ റെഫ്രിജറന്റ് കളക്ട് ചെയ്യുക എന്നുള്ളത് പിന്നെ വേറെ അടുത്ത ചാപ്റ്ററുകളിലൊക്കെ പ്രതിപാദിക്കുന്നത്. അപ്പോൾ അതിൽ വീണ്ടും പറഞ്ഞു തരാം. ഇപ്പൊ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക, എന്ത് ലിക്വിഡ് റിസീവറിന്റെ അഡ്വാൻറ്റേജസിൽ ഈ അഡ്വാൻറ്റേജ് കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കാം. 5ാമത്തെ, ഡ്യൂറിങ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് മെഷീൻ ഗ്യാസ് ഇസ് സ്റ്റോർഡ് ഇൻ ദ ലിക്വിഡ് റിസീവർ. അതായത് ഇനി ഇപ്പൊ നേരത്തെ പറഞ്ഞത് ഒരുപാട് കാലത്തേക്ക് സിസ്റ്റം നിർത്തി വെക്കുകയാണെങ്കിൽ ലിക്വിഡ് റിസീവറിൽ കളക്ട് ചെയ്യാന്ന് പറഞ്ഞു. അതേപോലെ തന്നെ സിസ്റ്റം വേറെ എവിടേക്കെങ്കിലും ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ, അത് വേറൊരു ഭാഗത്തേക്കും എല്ലാം കൂടി മാറ്റി വേറെ സ്ഥലത്ത് കൊണ്ടുപോയി പ്ലേസ് ചെയ്യുകയാണെങ്കിൽ, അപ്പോഴും തന്നെ നമ്മൾ ട്രാൻസ്പോർട്ടിങ് ടൈമിൽ, അതായത് വാഹനത്തിൽ കൊണ്ടുപോകുന്ന സമയത്തും ഈ ലിക്വിഡ് റിസീവറിൽ ആണ് കളക്ട് ചെയ്തിട്ട് കൊണ്ടുപോകുക. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഗ്യാസ് നഷ്ടപ്പെടുന്നില്ല. റെഫ്രിജറന്റ് ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. കാരണം വലിയ സിസ്റ്റങ്ങളിലാണ് ഈ ലിക്വിഡ് റിസീവറൊക്കെ ഉപയോഗിക്കുക. അതായത് 10 കിലോ 15 കിലോ ഒക്കെ വരുന്ന റെഫ്രിജറന്റ് ആവശ്യമായ സിസ്റ്റങ്ങളിലാണ് ഇത്തരം റിസീവറുകളൊക്കെ ഉപയോഗിക്കുക. അപ്പോൾ റിസീവർ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ 15 കിലോ അല്ലെങ്കിൽ 20 കിലോ വരുന്ന ഈ റെഫ്രിജറന്റ് നമ്മളിപ്പോൾ തുറന്ന് കളയണം, പുറത്തേക്ക് കളഞ്ഞിട്ട് വേണം ഇത് ഷിഫ്റ്റ് ചെയ്യാൻ. കാരണം ഓരോ ട്യൂബ് ഓരോ പാർട്ടായിട്ടാണ് കൊണ്ടുപോകുക. അപ്പം ആ കൊണ്ടുപോകുന്ന സമയത്ത് നമുക്ക് അത്രയും റെഫ്രിജറന്റ് നഷ്ടപ്പെടും. അപ്പൊ അങ്ങനെ നഷ്ടം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ലിക്വിഡ് റിസീവർ കളക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ട്രാൻസ്പോർട്ടിങ് ഇപ്പോൾ വേറെ എവിടേക്കും കൊണ്ടുപോയി ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഫിറ്റിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഈ റിസീവർ ഫിറ്റ് ചെയ്തതിനു ശേഷം ഈ 2 വാൽവ് തുറന്നു കഴിഞ്ഞാൽ ഈ റെഫ്രിജറന്റ് നമുക്ക് വീണ്ടും അത് സിസ്റ്റത്തിലേക്ക് തന്നെ ഉപയോഗിക്കാൻ കഴിയും. അപ്പൊ അതാണ് ലിക്വിഡ് റിസീവർ. അപ്പോ ലിക്വിഡ് റിസീവർ എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലാക്കണം, എവിടെയാണ് ഫിറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണം, എന്താണ് അതിന്റെ ഫങ്ഷൻ എന്നും മനസ്സിലാക്കണം, പിന്നെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് അതിന്റെ ഗുണങ്ങൾ എന്നും പഠിക്കണം. അപ്പോ ഒരു സിലിണ്ടറിക്കൽ ഷെല്ലാണ് ലിക്വിഡ് റിസീവർ. ഇത് ഉണ്ടാക്കിയ ടാങ്കാണ് റിസീവർ. അപ്പൊ ഉണ്ടാക്കിയിരുന്ന കാസ്റ്റ് സ്റ്റീൽ കൊണ്ടോ അല്ലെങ്കിൽ കാസ്റ്റ് അയൺ കൊണ്ടോ ആയിരിക്കും. പിന്നെ ഇതിന്റെ ഈ 2 പോർട്ടിലും ഓരോ വാൽവുകൾ ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും. സർവീസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഈ ഭാഗത്തും ഓരോ വാൽവുകൾ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. പിന്നെ നോക്കുക, ലിക്വിഡ് റെഫ്രിജറന്റ്
ഇതിലേക്ക് വരും. അപ്പൊ ലിക്വിഡ് ആയതുകൊണ്ട് എന്ത് ചെയ്യും, അടിഭാഗത്താണ് കളക്ട് ചെയ്യുക. ഇൻ കേസ് ലിക്വിഡ് ആവാത്ത റെഫ്രിജറന്റ് ഉണ്ട്, അത് മോൾ ഭാഗത്ത് സ്റ്റോർ ആയി കിടന്നുകൊണ്ടിരിക്കും. നമുക്ക് ഇവാപറേറ്ററിലേക്ക് വേണ്ട റെഫ്രിജറന്റ് ഈ ലിക്വിഡിലും തട്ടിയിട്ടാണ് ഇരിക്കേണ്ടാവുക. അപ്പൊ അതുകൊണ്ട് ഇവിടുന്ന് കയറുന്നതുകൊണ്ട് ഇവിടുന്ന് ലിക്വിഡ് മാത്രമേ ഇവാപറേറ്ററിലേക്ക് പോവുള്ളൂ. അതും കൂടി റിസീവറിന്റെ പ്രത്യേകതയാണ്. റിസീവർ ഉണ്ടെങ്കിൽ, ലിക്വിഡ് റിസീവർ ഉണ്ടെങ്കിൽ. അപ്പോൾ ഇവാപറേറ്ററിലേക്ക് ലിക്വിഡിനെ മാത്രം കടത്തി വിടാൻ ലിക്വിഡ് റിസീവർ ഉപയോഗിക്കുന്നതുകൊണ്ട് സാധിക്കും. കാരണം വേപ്പറായ റെഫ്രിജറന്റ് മുകളിൽ തങ്ങി നിൽക്കും, ലിക്വിഡ് ആയത് മാത്രമേ ലിക്വിഡ് റെഫ്രിജറന്റ് അടിഭാഗത്തുള്ളതുകൊണ്ട് ഈ അടിഭാഗത്തു നിന്നാണ് ഈ ട്യൂബ് പുറപ്പെടുന്നത്. അതുകൊണ്ട് ഈ ലിക്വിഡ് മാത്രമേ ഈ ട്യൂബിലൂടെ മുകളിലേക്ക് പോകുള്ളൂ. പിന്നെ ഈ 5 പ്രത്യേകതകളും അഡ്വാൻറ്റേജസും കൂടി പഠിക്കാം. ഇനി അടുത്തത് അതുപോലെയുള്ള വേറൊരു ഉപകരണമാണ് ഡ്രയർ. ഡ്രയർ എന്ന് പറയുമ്പോൾ ഡ്രയറിന്റെ വേറൊരു പേരാണ് ഡീഹൈഡ്രേറ്റർ. അപ്പൊ എന്തിനാണ് ഉപയോഗിക്കുന്നത്? A dryer or dehydrator is used for removing dust and moisture from the refrigeration system. It consists of a cylindrical shell made of brass or steel charged with some moisture absorbing chemicals with a filter. അപ്പോൾ ആദ്യം ഡ്രയർ അല്ലെങ്കിൽ ഡ്രയർ അല്ലെങ്കിൽ ഡീഹൈഡ്രേറ്റർ. കോമൺ ആയിട്ട് നമ്മൾ ഡ്രയർ എന്നാണ് പറയാം കേട്ടോ. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ റിമൂവിങ് ഡസ്റ്റ് ആൻഡ് മോയ്സ്ചർ ഫ്രം ദ റെഫ്രിജറേഷൻ സിസ്റ്റം. റെഫ്രിജറേഷൻ സിസ്റ്റത്തിൽ നിന്നുള്ള പൊടിപടലങ്ങളെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡ്രയർ ഉപയോഗിക്കുന്നത്. അതൊരു ഫിൽറ്റർ ആയിട്ടാണ് ഡ്രയറിനെ നമ്മൾ ഉപയോഗിക്കുന്നത്. റെഫ്രിജറന്റിലുള്ള അൺവാണ്ടഡ് മെറ്റീരിയൽസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ പൊടിപടലങ്ങൾ, തുരുമ്പ്, കോമൺ ആയിട്ടും അയൺ ട്യൂബൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ കാലക്രമേണ തുരുമ്പൊക്കെ വരും. അപ്പൊ ഈ തുരുമ്പിനെയും അതുപോലെ മോയ്സ്ചർ, വെള്ളത്തിന്റെ ജലബാഷ്പത്തിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡ്രയർ ഉപയോഗിക്കുന്നത്. മോയ്സ്ചർ എന്ന് പറയുമ്പോൾ ചെറിയ നനവുകൾ, അതായത് വായു, ഇൻ കേസ് റെഫ്രിജറന്റിൽ വായു കടന്നിട്ടുണ്ടെങ്കിൽ ആ വായുവിലുള്ള വെള്ളം ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ അതിനോട് ട്യൂബിലുള്ള ഡസ്റ്റുകളൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡ്രയർ ഉപയോഗിക്കുന്നത്. ഡ്രയർ ഒരു ഫിൽറ്റർ ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ സിലിണ്ടറിക്കൽ ഷെൽ മെയ്ഡ് ഓഫ് ബ്രാസ് ഓർ സ്റ്റീൽ ചാർജ്ഡ് വിത്ത് വിച്ച് സം മോയ്സ്ചർ അബ്സോർബിങ് കെമിക്കൽസ് വിത്ത് എ ഫിൽറ്റർ. അപ്പൊ ഇതിന്റെ ഷേപ്പ് എന്ന് പറയുമ്പോൾ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പാണ്. ബ്രാസ് കൊണ്ടോ അല്ലെങ്കിൽ സ്റ്റീൽ കൊണ്ടോ ആണ്, അല്ലെങ്കിൽ കോപ്പർ കൊണ്ടോ ആണ് ഈ ഡ്രയർ ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അതിനെന്തുണ്ടായിരിക്കും, ആ ഡ്രയറിന്റെ അകത്ത് മോയ്സ്ചർ അബ്സോർബിങ് കെമിക്കൽസ് നിറച്ചിട്ടുണ്ടായിരിക്കും ഒരു ഫിൽറ്ററിന്റെ സഹായത്തോടെ. അതായത് മോയ്സ്ചർ അബ്സോർബിങ് കെമിക്കൽസ് നിറച്ചിട്ടുള്ള ഒരു ഷെല്ലാണ് എന്ത്, ഡ്രയർ. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ the liquid line just after the condenser or receiver. അതെവിടെ സ്ഥാപിച്ചിട്ടുണ്ടാവുക? ലിക്വിഡ് ലൈനില്. ലിക്വിഡ് ലൈൻ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ആഫ്റ്റർ കണ്ടൻസർ കഴിഞ്ഞ ഉടനെ ലിക്വിഡ് ലൈന്, കണ്ടൻസർ കഴിഞ്ഞ ഉടനെ ഉള്ള ലിക്വിഡ് ലൈനിലാണ് ഈ ഡ്രയർ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. അതിന്റെ ലൊക്കേഷൻ, സ്ഥാനം, ലിക്വിഡ് ലൈൻ ജസ്റ്റ് ആഫ്റ്റർ ദ കണ്ടൻസർ ഓർ റിസീവർ. റിസീവറിന്റെയോ കണ്ടൻസറിന്റെയോ തൊട്ടടുത്ത് ലിക്വിഡ് ലൈനിലാണ് ഡ്രയർ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. നോക്കാം, ഡ്രയറിന്റെ ഫിഗർ കാണാം. അപ്പോൾ ഇതുപോലെ ഒരു സിലിണ്ടറിക്കൽ ഷെല്ലാണ്. ഇതിന്റെ രണ്ട് സൈഡിലും ഉണ്ടോ ഒരു ഇൻലെറ്റ്, ഒരു ഔട്ട്ലെറ്റ് ഉണ്ടായിരിക്കും. ലിക്വിഡ് റെഫ്രിജറന്റ് വരുന്ന ലൈൻ ഇത്, ലിക്വിഡ് റെഫ്രിജറന്റ് ഔട്ട്, പുറത്തേക്ക് പോകുന്ന ലൈൻ ഇത്. ഇതിനകത്ത് ഈ രണ്ട് ഭാഗം ക്ലോസ്ഡ് ആയിരിക്കും. ഇവിടെ
ഇത് ഫ്ലെയർ നെട്ട് എന്ന് പറയും. ഫ്ലെയർ നെറ്റ്, ഈ നെറ്റ് ഉപയോഗിച്ചാണ് ഇത് കണക്ട് ചെയ്യുക. ത്രെഡ് ഉള്ള ഒരു നെറ്റായിരിക്കും ഇവിടെയും ഇവിടെ ഉണ്ടാവുക. അതല്ലെങ്കിൽ വെൽഡ് ചെയ്യുന്ന ടൈപ്പ് ഡ്രയറുകളും ഉണ്ട്. വെൽഡ് ചെയ്ത് ജോയിന്റ് ചെയ്യുന്ന ഡ്രയറുകളും ഉണ്ട്. ഇതിനകത്ത് ഡീഹൈഡ്രേറ്റിംഗ് മീഡിയം എന്താണോ ഈ മോയ്സ്ചർ അബ്സോർബ് ചെയ്യാനുള്ള കെമിക്കൽ ഇതിനകത്ത് ഫുള്ളായിട്ട് നിറച്ചിട്ടുണ്ടായിരിക്കും. ആ കെമിക്കൽ പുറത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഭാഗത്തും നെറ്റ് ഇതുപോലെയുള്ള ഫിൽറ്ററുകൾ ഉണ്ടാവും. ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ ചെറിയ അകലം കുറഞ്ഞ കണ്ണികളുള്ള വല, നെറ്റ് ഉപയോഗിച്ചിട്ട് ഇവിടെയും ഇവിടെയും സീൽ ചെയ്തിട്ടുണ്ടാവും. കാരണം ഈ കെമിക്കൽസ് ഈ റെഫ്രിജറന്റിന്റെ കൂടെ പുറത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ രണ്ട് സൈഡിലും നെറ്റ് ഉണ്ടായിരിക്കും. ഇനി മോയ്സ്ചർ അബ്സോർബിങ് ഏജൻസ് മിക്കവാറും ഏതൊക്കെ ആയിരിക്കും എന്നുള്ളതാണ്. അത് അതിനുള്ള വേണ്ടിയുള്ള കെമിക്കൽസ് കാൽസ്യം ഓക്സൈഡ്, കാൽസ്യം ക്ലോറൈഡ്, അല്ലെങ്കിൽ സിലിക്ക ജെൽ, അല്ലെങ്കിൽ കാൽസ്യം സൾഫേറ്റ്. ഈ കാൽസ്യം സൾഫേറ്റിനെ ഡ്രൈറേറ്റ് എന്നും പറയും. അപ്പൊ ഇത്രയും കെമിക്കൽസ് ആണ്. ഇതിൽ ഏതെങ്കിലും ഒരു കെമിക്കലാണ് സാധാരണയായിട്ട് ഡ്രയറിനകത്ത് ഉണ്ടായിരിക്കുക. ഏതെങ്കിലും ഒരു കെമിക്കലേ ഉണ്ടായിരിക്കുള്ളൂ ഡ്രയറിനകത്ത്. അപ്പൊ സാധാരണയായിട്ട് നമുക്ക് കിട്ടുന്ന ഡ്രയറുകളിലൊക്കെ ഉള്ള കെമിക്കൽ സിലിക്ക ജെല്ലാണ്. സിലിക്ക ജെൽ എന്ന് പറയുന്ന ഒരു കെമിക്കലാണ് സാധാരണ ഡ്രയറുകളിലൊക്കെ ഉള്ളത്. ഇനി കെമിക്കലിന്റെ പേര് ഒന്നുകൂടി പറഞ്ഞുതരാം. കാൽസ്യം ഓക്സൈഡ്, അല്ലെങ്കിൽ കാൽസ്യം ക്ലോറൈഡ്, പിന്നെ സിലിക്ക ജെൽ ഓർ കാൽസ്യം സൾഫേറ്റ്. ഇതിനെ ഡ്രയറേറ്റ് എന്നും പറയും. ഇത്രയും കെമിക്കലാണ്. ഇത്രയും കെമിക്കലിൽ ഏതെങ്കിലും ഒന്നാണ് ഈ ഡ്രയറിനകത്ത് ഫില്ല് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഓക്കെ. ഇനി രണ്ട് ടൈപ്പ് ഡ്രയറുകളാണ് വരുന്നത്. സാധാരണയായിട്ട് നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന രണ്ട് ടൈപ്പ് ഡ്രയറാണ്. ഒന്ന് സീൽഡ് ടൈപ്പ് ഡ്രയർ, രണ്ട് റീഫില്ലബിൾ ടൈപ്പ് ഡ്രയർ. സീൽഡ് ടൈപ്പ് ഡ്രയർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് വെച്ചിരിക്കുന്ന ഈ ഉൾഭാഗത്തുള്ള ഈ കെമിക്കല്, സീൽഡ് ടൈപ്പ് ഡ്രയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സീൽഡ് സിലിണ്ടറിക്കൽ ഷെൽ പെർമനന്റ്ലി ചാർജ് സം മോയ്സ്ചർ അബ്സോർബിംഗ് ഏജൻസ് ഇൻ മോയ്സ്ചർ അബ്സോർബിംഗ് കെമിക്കൽസ് cannot be replaced. It one loses its efficiency. It is used in refrigerating machine equipped with a sealed unit. സീൽഡ് ടൈപ്പ് ഡ്രയർ ഉപയോഗിക്കുന്ന എവിടെയാണ്? സീൽഡ് യൂണിറ്റിലാണ്. സീൽഡ് ടൈപ്പ് ഡ്രയറുകൾ ഉപയോഗിക്കുന്നത് സീൽഡ് യൂണിറ്റ്. സീൽഡ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ റെഫ്രിജറേറ്റർ പോലെയുള്ള, സാധാരണ ഫ്രിഡ്ജ് പോലെയുള്ള നമ്മള് വീട്ടിൽ ഉപയോഗിക്കുന്ന റെഫ്രിജറേറ്റർ പോലെയുള്ള ഉപകരണങ്ങളിൽ, റെഫ്രിജറേറ്റർ, അതുപോലെ ഡീപ് ഫ്രീസറുകള്, കൂളറുകള്, അതുപോലെ സീൽഡ് യൂണിറ്റുകളിലാണ് സീൽഡ് ടൈപ്പ് ഡ്രയർ ഉപയോഗിക്കാം. അതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല്, ഇപ്പൊ നേരത്തെ പറഞ്ഞു കുറെ കെമിക്കൽസ് ആണ് ഇതിന്റെ അകത്ത് മോയ്സ്ചർ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ കെമിക്കൽസ് ആണ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ഈ സീൽഡ് ടൈപ്പ് ഡ്രയർ ആണെങ്കിൽ അതിനകത്തുള്ള മോയ്സ്ചർ വലിച്ചെടുത്തതിന് ശേഷം നമുക്ക് ആ ഇൻ കേസ് അതിന്റെ കാലാവധി കഴിഞ്ഞാൽ, മോയ്സ്ചർ അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആ സീൽഡ് ടൈപ്പ് ഡ്രയറിന്റെ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലത്തെ ഡ്രയർ നമ്മൾക്ക് മാറ്റി വേറൊന്ന് വെക്കാനേ കഴിയുള്ളൂ. അത് ആ ഡ്രയർ നമ്മൾ ഒഴിവാക്കിയിട്ട് വേറെ ഡ്രയർ ഫിറ്റ് ചെയ്യണം. അതിന്റെ മോയ്സ്ചർ അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി കഴിഞ്ഞാൽ നമുക്ക് ആ ഡ്രയറിനെ മാറ്റി മാത്രമേ വഴിയുള്ളൂ. കാരണം എന്താ, അത് സീൽഡ് സിലിണ്ടറിക്കൽ ഷെല്ലാണ്. അത് രണ്ട് ഭാഗവും അടച്ച് തുറക്കാൻ പറ്റാത്ത ടൈപ്പില് ഒരു സിലിണ്ടറിക്കൽ ഷെല്ലായിരിക്കും സീൽഡ് ടൈപ്പ് ഡ്രയർ എന്ന് പറയുന്നത്. അപ്പൊ അത് കാരണം അതിന്റെ അബ്സോർബിങ് കപ്പാസിറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ റീപ്ലേസ് ചെയ്യാനേ നമുക്ക് കഴിയുള്ളൂ. അത് റീയൂസ് ചെയ്യാൻ കഴിയില്ല, റീപ്ലേസ് തന്നെ ചെയ്യണം. അപ്പൊ സാധാരണ റെഫ്രിജറേറ്ററിലൊക്കെ കാണാം ആ ഡ്രയർ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് കൂളിംഗ് കുറഞ്ഞു എന്നുള്ള ഒരു കംപ്ലൈന്റ് വരും. അപ്പോൾ ടെക്നീഷ്യൻ വന്നു കഴിഞ്ഞാൽ ആ ഡ്രയർ മാറ്റിയിട്ട്
വീണ്ടും ഗ്യാസ് റീഫില്ല് ചെയ്യാൻ ചെയ്യാം. അടുത്ത് റീഫില്ലബിൾ ടൈപ്പ് ഡ്രയർ. റീഫില്ലബിൾ ടൈപ്പ് ഡ്രയർ എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിന്റെ ഈ അബ്സോർബിങ് കപ്പാസിറ്റി കഴിഞ്ഞാലും നമുക്ക് ഈ ഡ്രയർ അഴിച്ചിട്ട് ഡ്രയർ തുറന്ന് അതിനകത്തേക്ക് വീണ്ടും അബ്സോർബിങ് കെമിക്കൽ ഇട്ടിട്ട് വീണ്ടും ടൈറ്റ് ചെയ്തിട്ട് അതേ ഡ്രയർ തന്നെ നമുക്ക് റീയൂസ് ചെയ്യാൻ കഴിയും. ഇറ്റ് ഈസ് എ സിലിണ്ടറിക്കൽ ഷെൽ ചാർജ്ഡ് വിത്ത് സം മോയ്സ്ചർ അബ്സോർബിങ് കെമിക്കൽ. അതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സിലിണ്ടറിക്കൽ ഷെല്ലാണ്. മോയ്സ്ചർ അബ്സോർബിങ് കെമിക്കൽ നേരത്തെ പറഞ്ഞ ഏതെങ്കിലും ഒരു കെമിക്കൽ അതിനുള്ളിൽ നിറച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ എന്താണ് അതിനുള്ള ഒരു ഗുണം? ഇറ്റ് ഹാസ് എ പ്രൊവിഷൻ ഫോർ റീഫില്ലിംഗ് ദ മോയ്സ്ചർ അബ്സോർബിങ് കെമിക്കൽ വെൻ ഇറ്റ് ലോസ് ഇറ്റ്സ് എഫിഷ്യൻസി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, അതായത് ഈ അബ്സോർബിങ് കെമിക്കലിന്റെ മോയ്സ്ചർ അബ്സോർബ് ചെയ്യാനുള്ള എഫിഷ്യൻസി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് അത് റീഫില്ല് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ, ഒരു സംവിധാനം ആ റീഫില്ലബിൾ ടൈപ്പ് ഡ്രയറിൽ ഉണ്ടായിരിക്കും. അതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഒന്ന് സീൽഡ് ടൈപ്പും ഡ്രയറും റീഫില്ലബിൾ ടൈപ്പ് ഡ്രയറും തമ്മിലുള്ള ഒരു വ്യത്യാസം ആ ഒറ്റൊന്ന് മാത്രമേ ഉള്ളൂ. ഒന്ന് റീയൂസ് ചെയ്യാൻ കഴിയും, മറ്റേത് റീപ്ലേസ് ചെയ്യാനേ കഴിയുള്ളൂ. ഓക്കെ, രണ്ടിലും ഒരേപോലെ മോയ്സ്ചർ അബ്സോർബിങ് കെമിക്കൽസോ അല്ലെങ്കിൽ കെമിക്കൽ നിറച്ചിട്ടുണ്ടായിരിക്കും രണ്ടിലും. ഒന്ന് അതിന്റെ കാലാവധി കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിന്റെ എഫിഷ്യൻസി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇത് റീപ്ലേസ് ചെയ്യണം. ഏത് സീൽഡ് ടൈപ്പ് ഡ്രയർ ആണെങ്കിൽ റീപ്ലേസ് ചെയ്യണം, റീഫില്ലബിൾ ടൈപ്പ് ആണെങ്കിൽ അത് നമുക്ക് റീയൂസ് ചെയ്യാൻ കഴിയും. എങ്ങനെ? ഈ കെമിക്കല് റീഫില്ല് ചെയ്യാനുള്ള ഒരു സംവിധാനം അതിലുണ്ടായിരിക്കും. ഇനി അടുത്തത് അക്യൂമുലേറ്റർ. അക്യൂമുലേറ്റർ എന്ന് പറഞ്ഞാൽ an accumulator is a safety device which prevents any liquid refrigerant which is not vaporized in the evaporator to enter into compressor. അക്യൂമുലേറ്റർ എന്ന് പറഞ്ഞാൽ ഇവാപറേറ്ററിന്റെയും കംപ്രസറിന്റെയും ഇടയിൽ ഫിറ്റ് ചെയ്യുന്ന ഒരു ഉപകരണമാണ് accumulator. It is used a refrigeration system in which the expansion device used in capillary tube. Capillary tube expansion device ആയി ഉപയോഗിക്കുന്ന റെഫ്രിജറേഷൻ സിസ്റ്റങ്ങളിലാണ് അക്യൂമുലേറ്റർ ഉണ്ടായിരിക്കുക. അപ്പൊ അതിന് രണ്ട് കാര്യങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഇതിനു മുമ്പ് മനസ്സിലാക്കിയിരിക്കണം. ഒന്ന്, എന്താണ് ഇവാപറേറ്ററിൽ വെച്ച് ചെയ്യുന്നത്, ഇവാപറേറ്ററിൽ റെഫ്രിജറന്റിന് എന്താ സംഭവിക്കുന്നത്. രണ്ട്, എക്സ്പാൻഷൻ ഡിവൈസ് ഏതൊക്കെയെന്ന്. ഈ രണ്ട് കാര്യങ്ങളും അറിയണം. അപ്പൊ ആദ്യം ഒന്നാമത്തെ പറഞ്ഞുതരാം. ആൻ അക്യൂമുലേറ്റർ ഈസ് സേഫ്റ്റി ഡിവൈസ് വിച്ച് പ്രിവെന്റ്സ് എനി ലിക്വിഡ് റെഫ്രിജറന്റ് which is not vaporized in the evaporator to enter into compressor. കംപ്രസറിലേക്ക് ലിക്വിഡ് റെഫ്രിജറന്റ് പോവാതെ സംരക്ഷിക്കുക എന്നുള്ളതാണ് അക്യൂമുലേറ്ററിന്റെ ഒരു പ്രധാന കർത്തവ്യം. ഇവാപറേറ്ററിലേക്ക് ലിക്വിഡ് റെഫ്രിജറന്റ് കടന്നു പോവാതെ നോക്കുക എന്നുള്ളതാണ് അക്യൂമുലേറ്ററിന്റെ പ്രധാന കർത്തവ്യം. അപ്പൊ എങ്ങനെയാണ് ഇവാപറേറ്ററിലേക്ക് കംപ്രസറിലേക്ക് ലിക്വിഡ് റെഫ്രിജറന്റ് എങ്ങനെ പോവാ? അതായത് ഇവാപറേറ്ററിൽ ഫുള്ളായിട്ട് വേപ്പറൈസ് ചെയ്യാത്ത, ഇവാപറേറ്ററിൽ വെച്ചിട്ട് എല്ലാ റെഫ്രിജറന്റും വേപ്പറായി മാറണം അല്ലെ? അങ്ങനെയല്ലേ? ഇവാപറേറ്ററിൽ ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ട് എല്ലാ റെഫ്രിജറന്റും വേപ്പറായി മാറിയിട്ട് ആ വേപ്പർ മാത്രമാണ് ശരിക്ക് കംപ്രസറിലേക്ക് പോകാൻ പാടുള്ളൂ. അപ്പൊ ഇൻ കേസ് കാപ്പിലർ ട്യൂബ് ഉപയോഗിക്കുകയാണെങ്കിൽ കാപ്പിലർ ട്യൂബിൽ വെച്ചിട്ട് പ്രഷർ വേരിയേഷൻ വന്നിട്ടില്ലെങ്കിൽ എല്ലാ ലിക്വിഡ് റെഫ്രിജറന്റിനും ഇവാപറേറ്ററിൽ വെച്ചിട്ട് വേപ്പർ ആവാൻ കഴിയില്ല. അപ്പൊ അങ്ങനെ കഴിയാതെ വരികയാണെങ്കിൽ ഈ വേപ്പർ റെഫ്രിജറന്റിന്റെ കൂടെ ലിക്വിഡ് റെഫ്രിജറന്റും കൂടി കംപ്രസറിലേക്ക് പോയി കഴിഞ്ഞാൽ കംപ്രസറിനകത്തുള്ള ഇലക്ട്രിക്കൽ പാർട്സിന് കംപ്ലൈന്റ് വരാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ പിസ്റ്റന്റെ സിലിണ്ടറിന്റെ ഇടയിലൊക്കെ തുരുമ്പ് വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അക്യൂമുലേറ്റർ നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ ഈ അക്യൂമുലേറ്റർ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് എക്സ്പാൻഷൻ ഡിവൈസ്, കാപ്പിലറി ട്യൂബ് ആണ് എക്സ്പാൻഷൻ ഡിവൈസ് ആയി ഉപയോഗിക്കുന്ന റെഫ്രിജറേഷൻ സിസ്റ്റങ്ങളിലാണ് ഈ റെഫ്രിജറന്റ്
സോറി അക്യുമുലേറ്റർ ഉപയോഗിക്കുന്നത്. അപ്പൊ എക്സ്പാൻഷൻ ഡിവൈസ് ഏതൊക്കെയാന്ന് നിങ്ങൾക്ക് ഓർമ്മ വേണം. ഒന്ന്, നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഒരു എക്സ്പാൻഷൻ ഡിവൈസ് ആണ് കാപ്പിലറി ട്യൂബ്. കാപ്പിലറി ട്യൂബ് ആണ് എക്സ്പാൻഷൻ ഡിവൈസ് ആയി ഉപയോഗിക്കുന്നത് എങ്കിൽ അത്തരം റെഫറൻസ് സിസ്റ്റങ്ങളിലാണ് ഈ അക്യുമുലേറ്റർ ഉപയോഗിക്കുന്നത്. ഓക്കെ. പിന്നെ കംപ്രസറിലേക്കുള്ള ലിക്വിഡ് റെഫ്രിജറന്റിനെ കടന്നു വരാതെ സൂക്ഷിക്കുന്നതും ഈ അക്യുമുലേറ്റർ ആണ്. അപ്പൊ അക്യുമുലേറ്റർ എങ്ങനെയാണ് അത് ചെയ്യുന്നത്? ഇതാ നോക്കുക, ഇത് നമ്മളെ സാധാരണ റെഫ്രിജറേറ്ററിലെ ഇവാപറേറ്റർ ആണ് ഇപ്പൊ ഈ കാണിച്ചിട്ടുള്ളത്. ഇവാപറേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മളെ ഫ്രീസർ എന്ന് പറയുന്ന ആ ഭാഗം, ഐസാക്കുന്ന ഭാഗം. ആ ഐസാക്കുന്ന ഭാഗത്തിന് പുറത്തുകൂടി ട്യൂബ് ചുറ്റിയിരിക്കുന്നതാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫ്രം കാപ്പിലർ ട്യൂബ് ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന കാപ്പിലർ ട്യൂബിൽ നിന്ന് വരുന്ന റെഫ്രിജറന്റ്, ലിക്വിഡ് റെഫ്രിജറന്റ് ഇവിടെ ഇവാപറേറ്ററിൽ എത്തിയിട്ട് ഇവാപറേറ്ററിൽ നിന്നും നമുക്ക് വെക്കുന്ന വസ്തുക്കളിൽ നിന്നും ഹീറ്റിനെ അബ്സോർബ് ചെയ്ത് ഇതിലുള്ള ലിക്വിഡ് റെഫ്രിജറന്റ് എന്ത് ചെയ്യും? പതിയെ വേപ്പർ ആവാൻ തുടങ്ങും. അപ്പൊ ഒരു പകുതിയൊക്കെ ആകുമ്പോഴേക്ക് ഫുള്ളായിട്ട് വേപ്പർ ആവും. വേപ്പർ ആയിട്ട് ആ വേപ്പർ റെഫ്രിജറന്റ് വീണ്ടും നമ്മൾ കംപ്രസറിലേക്ക് പോകും. അപ്പോ നോക്കുക, ഇവിടെയാണ് ഈ കംപ്രസറിലേക്ക് പോകുന്നതിന്റെ തൊട്ട് മുമ്പായിട്ടാണ് നമ്മൾ ഈ അക്യുമുലേറ്റർ എന്ന് പറഞ്ഞ ഭാഗം കിട്ടുക. അക്യുമുലേറ്റർ എന്ന് പറഞ്ഞാൽ ഉള്ളു പൊള്ളയായിട്ടുള്ള ഒരു സിലിണ്ടറാണ്. ചെറിയ, അത്ര അധികം വലിപ്പമൊന്നും ഉണ്ടായിരിക്കില്ല, ഉള്ളു പൊള്ളയായിട്ടുള്ള ഒരു ഭാഗം. അപ്പൊ അതിൽ വേപ്പർ റെഫ്രിജറന്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? വേപ്പർ റെഫ്രിജറന്റ് ആയതൊക്കെ ഇതിലൂടെ വേഗം മുകളിലേക്ക്, വേപ്പർ റെഫ്രിജറന്റ് ഇതിന്റെ മേൽഭാഗത്ത്, ഈ സിലിണ്ടറിന്റെ മേൽഭാഗത്ത് കളക്ട് ചെയ്യും. അത് ഇങ്ങനെ പുറത്തേക്ക് പെട്ടെന്ന് കംപ്രസറിലേക്ക് പോകും. ലിക്വിഡ് ഉണ്ടെങ്കിൽ അത് ഈ അടിഭാഗത്ത് കുറേശ്ശായിട്ട് കളക്ട് ചെയ്യും. ഇത്ര വലിപ്പം ഇരിക്കുള്ളൂ. ഒരു ഇവാപറേറ്ററിന്റെ വലിപ്പത്തിന്റെ നമ്മളൊരു കയ്യിന്റെ അത്ര വലിപ്പം ഉണ്ടായിരിക്കുള്ളൂ അക്യുമുലേറ്റർ. അപ്പൊ ലിക്വിഡ് ആണെങ്കിൽ, റെഫ്രിജറന്റ് ലിക്വിഡ് ഉണ്ടെങ്കിൽ അത് വെയിറ്റ് കൂടുതലുകൊണ്ട് അടിഭാഗത്ത് കളക്ട് ചെയ്യും. ഈ ലിക്വിഡ് എപ്പോഴാണോ വേപ്പർ ആവുന്നത് അപ്പൊ മാത്രമേ കംപ്രസറിലേക്ക് പോവുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയുള്ള ഒരു സ്പേസ് ഇവിടെ കൊടുക്കുക എന്നുള്ളതാണ് അക്യുമുലേറ്ററിന്റെ ജോലി. അപ്പോ ഇതിൽ കളക്ട് ചെയ്യുന്നപ്പോൾ, അക്യുമുലേറ്റർ കളക്ട് ചെയ്യപ്പെടുന്ന ലിക്വിഡ് റെഫ്രിജറന്റ് പിന്നീട് വരുന്ന ഈ വേപ്പർ റെഫ്രിജറന്റിൽ നിന്നും ഹീറ്റ് അബ്സോർബ് ചെയ്ത് എന്ത് ചെയ്യും? പതിയെ ഇതും ഇവിടെയുള്ള ഈ ലിക്വിഡ് റെഫ്രിജറന്റും വേപ്പറായി മാറും. അപ്പോൾ അതിനോട് കൂടി കംപ്രസറിലേക്ക് പോകും. അങ്ങനെ കംപ്രസറിലേക്ക് പോകുന്ന ലിക്വിഡ് റെഫ്രിജറന്റിനെ തടയുക എന്നുള്ളതാണ് അക്യുമുലേറ്റർ ചെയ്യുന്ന ഒരു പ്രധാന കർത്തവ്യം. ഓക്കെ. അപ്പോ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അക്യുമുലേറ്റർ ഒരു സേഫ്റ്റി ഡിവൈസ് ആണെന്ന് മനസ്സിലാക്കുക. എങ്ങനെയാണ് സേഫ്റ്റി? കംപ്രസറിലേക്ക് പോകുന്ന ലിക്വിഡ് റെഫ്രിജറന്റിനെ തടയുക. അതായത് വേപ്പർ റെഫ്രിജറന്റിന്റെ കൂടെ ലിക്വിഡ് പോകുന്നുണ്ടെങ്കിൽ ആ ലിക്വിഡിനെ തടയുക എന്നുള്ളതാണ് അക്യുമുലേറ്റർ ചെയ്യുന്നത്. പിന്നെ എവിടെയാണ് ഉപയോഗിക്കുന്നത്? എവിടെയാണ് അതിന്റെ യൂസ് ചെയ്യുന്നത്? എവിടെയാണ്? കാപ്പിലർ ട്യൂബ്, എക്സ്പാൻഷൻ ഡിവൈസ് കാപ്പിലറി ട്യൂബായി ഉപയോഗിക്കുന്ന റെഫറൻസ് സിസ്റ്റങ്ങളിൽ ആണ് ഇത് ഉപയോഗിക്കുന്നത്. പിന്നെ എവിടെയാണ് ഇതിന്റെ സ്ഥാനം? കംപ്രസറിന്റെയും ഇവാപറേറ്ററിന്റെയും ഇടയിലാണ് അക്യുമുലേറ്റർ ഫിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയാണ് അതിൽ മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്തത് ഹീറ്റ് എക്സ്ചേഞ്ചർ. ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന് പറയുമ്പോൾ a heat exchanger is a device which provides transfer heat from warm liquid line to the cold gas in the suction line. ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന് പറയുമ്പോൾ ഹീറ്റിനെ കൈമാറ്റം ചെയ്യുക, പരസ്പരം കൈമാറ്റം ചെയ്യുന്ന ഒരു ഉപകരണമാണ് ഹീറ്റ് എക്സ്ചേഞ്ചർ. അത് പരസ്പരം കൈമാറാം. എവിടുന്നൊക്കെ? വാം ലിക്വിഡ് ലൈനിൽ നിന്നും സക്ഷൻ ലൈനും തമ്മിലുള്ള ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള, കൈമാറ്റം ചെയ്യുന്ന ഒരു പ്രത്യേക ഡിവൈസ് ആണ് ഹീറ്റ് എക്സ്ചേഞ്ചർ. ഒന്നുകൂടി പറഞ്ഞാൽ, അടുത്തായി
ഹീറ്റ് എക്സ്ചേഞ്ചർ. ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന് പറഞ്ഞാൽ heat exchanger is a device which provides transfer heat from warm liquid line to the cold gas in the suction line. ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന് പറയുമ്പോൾ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു ഉപകരണമാണ് ഈ ഹീറ്റ് എക്സ്ചേഞ്ചർ. എവിടെ നിന്ന്? വാം ലിക്വിഡ് ലൈനും അതുപോലെ കോൾഡ് ഗ്യാസ് സക്ഷൻ ലൈനും. സക്ഷൻ ലൈനിൽ വരുന്ന കോൾഡ് ഗ്യാസും ലിക്വിഡ് ലൈനിൽ വരുന്ന വാം റെഫ്രിജറന്റും തമ്മിൽ ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഉപകരണമാണ് ഹീറ്റ് എക്സ്ചേഞ്ചർ. ഇറ്റ് ഈസ് മൗണ്ടഡ് ഇൻ ദ ലിക്വിഡ് ലൈൻ ആൻഡ് സക്ഷൻ ലൈൻ. ലിക്വിഡ് ലൈൻ സക്ഷൻ ലൈനും കൂടി കൂടിയിട്ടാണ് ഇത് കൂട്ടി മൗണ്ട് ചെയ്യാന്നുള്ളതാണ്. അങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇറ്റ് ഇസ് എ സിലിണ്ടറിക്കൽ ഷെൽ. ഒരു സിലിണ്ടറിക്കൽ ഷെല്ലാണ് ഹീറ്റ് എക്സ്ചേഞ്ചർ വിച്ച് പ്രൊവിഷൻ മെയ്ഡ് ബിറ്റ്വീൻ ദ ലിക്വിഡ് ലൈൻ ആൻഡ് സക്ഷൻ ലൈൻ. ലിക്വിഡ് ലൈനും സക്ഷൻ ലൈനും കൂടി തമ്മിൽ പരമാവധി ബന്ധം വരുന്ന വിധത്തിലാണ് ഒരു സിലിണ്ടറിക്കൽ ഷെല്ലാണ് ഈ ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന് പറയുന്നത്. അത് എവിടെ ഫിറ്റ് ചെയ്യുന്നത്? ലിക്വിഡ് ലൈനും സക്ഷൻ ലൈനും കൂടി ചേരുന്നിടത്താണ് ഇത് ഫിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണത് ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നത്? എന്തിനാണ് ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്യുന്നത്? ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ലിക്വിഡ് ലൈൻ നോക്കാം. ലിക്വിഡ് ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പൂർണ്ണമായിട്ടും ലിക്വിഡായി മാറിയ റെഫ്രിജറന്റ് ആണ് ലിക്വിഡ് ലൈനിലൂടെ വരാം. ഓക്കെ, അതുപോലെ ലിക്വിഡ് ഔട്ട്. ഇങ്ങനെ ഒരു ഭാഗം ലിക്വിഡ് ലൈന് കണക്ട് ചെയ്യാനും അത് തിരിച്ചു പോകാനുള്ള ഒരു ഭാഗം ഹീറ്റ് എക്സ്ചേഞ്ചറിൽ ഒരു ഭാഗമാണത്. അതുപോലെ സക്ഷൻ ലൈനിലേക്ക് വരുന്ന വേപ്പർ റെഫ്രിജറന്റ് കടന്നു വരാനും അതിങ്ങനെ എവിടേക്കാ പോവാം? കംപ്രസറിലേക്ക് പോകാനുള്ള ഒരു പോർട്ട്. അങ്ങനെ 4 പോർട്ടാണുള്ളത്. ഒന്ന് ലിക്വിഡ് ലൈൻ കടന്നു വരാനുള്ള ഒരു ഭാഗം, ലിക്വിഡ് പുറത്ത് പോകാനുള്ള വേറൊരു ഭാഗം. അടുത്തത് സക്ഷൻ ലൈന് വരുന്നൊരു ഭാഗം, സക്ഷൻ ലൈന് പോകുന്ന. സക്ഷൻ ലൈൻ എന്ന് പറയുമ്പോൾ കംപ്രസറിലേക്കുള്ള ലൈന്. അപ്പൊ സക്ഷൻ ലൈനിലേക്ക് എന്താ വേണ്ടത്? സക്ഷൻ ലൈനിൽ എന്തേ പാടുള്ളൂ? വേപ്പർ റെഫ്രിജറന്റ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. വേപ്പർ റെഫ്രിജറന്റ് മാത്രമേ സക്ഷൻ ലൈനിലൂടെ വരാൻ പാടുള്ളൂ. അല്ലെങ്കിൽ എന്താ ഉപയോഗിക്കും? ലിക്വിഡ് റെഫ്രിജറന്റ് കംപ്രസറിലേക്ക് വന്നു കഴിഞ്ഞാൽ കംപ്രസറിന്റെ ഇന്റേണൽ പാർട്സ് ഒക്കെ ഉള്ളിൽ ഉള്ള ഭാഗങ്ങള് തുരുമ്പ് പിടിക്കാനും അതുപോലെ ഇലക്ട്രിക്കൽ പാർട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കേടുവരാനൊക്കെ കാരണമാവും. ഓക്കെ, അപ്പോൾ എന്തേ പാടുള്ളൂ? സക്ഷൻ ലൈനിലൂടെ എപ്പോഴും വേപ്പർ റെഫ്രിജറന്റ് മാത്രമേ വരാൻ പാടുള്ളൂ. അപ്പോൾ വേപ്പർ റെഫ്രിജറന്റ് പൂർണ്ണമായിട്ടും വേപ്പർ ആവാതെ വരുന്ന റെഫ്രിജറന്റ് സക്ഷൻ ലൈനിലൂടെ വരുന്നുണ്ടെങ്കിൽ അത് എന്ത് വേണം? അതിനെ പൂർണ്ണമായിട്ടും വേപ്പർ ആക്കി മാറ്റണം. അപ്പോൾ വേപ്പർ ആവണമെങ്കിൽ എന്ത് വേണം? വീണ്ടും ഈ റെഫ്രിജറന്റിന് ഹീറ്റ് കിട്ടണം അല്ലെ? ഹീറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഹീറ്റ് കിട്ടാനുള്ള വഴി എന്തുള്ളൂ? ഈ ലിക്വിഡ് റെഫ്രിജറന്റിൽ നിന്ന് വരുന്ന ഈ റെഫ്രിജറന്റിൽ നിന്ന് മാത്രമേ ഇനി ഹീറ്റ് കിട്ടാനുള്ളൂ. ഓക്കെ, അപ്പൊ ഇത് ഇവിടെ ഹീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ വരുന്ന ലിക്വിഡ് റെഫ്രിജറന്റ് ഉണ്ടെങ്കിൽ അത് വേപ്പർ ആവാൻ ഇവിടുന്ന് എവിടെയെങ്കിലും ഹീറ്റ് കിട്ടണം. അപ്പൊ അത് അവിടെ വെക്കട്ടെ. അപ്പൊ അത് അവിടെ മനസ്സിലാക്കി വെക്കുക. ഇനി ഈ ലിക്വിഡ് ലൈനിൽ എന്താ വേണ്ടത്? പൂർണ്ണമായിട്ടും എല്ലാ റെഫ്രിജറന്റും ലിക്വിഡ് ആയിട്ടേ വരാൻ പാടുള്ളൂ. അപ്പൊ ഈ ലിക്വിഡ് ലൈനിൽ വേപ്പർ റെഫ്രിജറന്റ് ഉണ്ടെങ്കിൽ അതിന് പൂർണ്ണമായിട്ട് ലിക്വിഡ് കിട്ടണമെങ്കിൽ എന്ത് വേണം? ഇവിടുന്ന് ഹീറ്റിനെ കൊടുക്കണം. അതായത് ലിക്വിഡ് ലൈനിൽ നിന്ന് ഹീറ്റ് റിജക്റ്റ് ആയാൽ മാത്രമേ ഇതിലുള്ള എല്ലാ റെഫ്രിജറന്റും ലിക്വിഡായി മാറുള്ളൂ. അപ്പൊ ലിക്വിഡ് ലൈനിലൂടെ വരുന്ന റെഫ്രിജറന്റ് പൂർണ്ണമായിട്ട് ലിക്വിഡായി മാറാനും സക്ഷൻ ലൈനിലൂടെ വരുന്ന റെഫ്രിജറന്റ് പൂർണ്ണമായിട്ടും വേപ്പർ റെഫ്രിജറന്റ് ആവാനും എന്ത് ചെയ്താൽ മതി? ഇതിൽ നിന്ന് ഹീറ്റിനെ ഇങ്ങോട്ടും അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഹീറ്റിനെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുക, അല്ലെങ്കിൽ ഈ സക്ഷൻ ലൈനിൽ നിന്ന് ഹീറ്റ് ഇങ്ങോട്ട് വലിച്ചെടുക്കുക. ലിക്വിഡ് ലൈനിൽ നിന്നുള്ള ഹീറ്റിനെ ഇങ്ങോട്ട് വലിച്ചെടുക്കുക ആണ് ചെയ്യേണ്ടത്.
അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്താവും, ഇവിടെ വരുന്ന ലിക്വിഡ് റെഫ്രിജറന്റ് ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് വേപ്പർ ആവുകയും ചെയ്യും. ഇതിലൂടെ വരുന്ന ലിക്വിഡ് റെഫ്രിജറന്റ് പൂർണ്ണമായിട്ടും ലിക്വിഡായി മാറാനും കഴിയും. അപ്പൊ അങ്ങനെ രണ്ടും പരസ്പരം ബന്ധപ്പെടുത്താൻ വേണ്ടിയിട്ട് ലിക്വിഡ് ലൈനിനെയും സക്ഷൻ ലൈനിനെയും പൂർണ്ണമായിട്ടും ഒരു ബന്ധം വരുത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഹീറ്റ് എക്സ്ചേഞ്ചർ. അതുവഴി ഈ ഹീറ്റ് എക്സ്ചേഞ്ചർ ഉള്ളിൽ നടക്കുന്ന ഈ പ്രവർത്തനം വഴി എന്ത് സംഭവിക്കും, ലിക്വിഡ് ലൈനിലുള്ള റെഫ്രിജറന്റ് പൂർണ്ണമായിട്ടും ലിക്വിഡായി മാറി ഇതിലൂടെ പുറത്തു പോകും. അതുപോലെ സക്ഷൻ ലൈനിലൂടെ വരുന്ന വേപ്പർ റെഫ്രിജറന്റ് പൂർണ്ണമായിട്ടും വേപ്പറായിട്ട് കംപ്രസറിലേക്ക് പോകാനും ഈ ഹീറ്റ് എക്സ്ചേഞ്ചർ സഹായിക്കും. ഇനി മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, പേഴ്സണലായിട്ടോ അല്ലെങ്കിൽ വാട്സപ്പിലോ ബന്ധപ്പെടാം. അപ്പൊ വീണ്ടും പറഞ്ഞുതരാം. കാരണം ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും മനസ്സിലായിട്ടുണ്ടാവുക. ഓക്കെ, നെക്സ്റ്റ്. അപ്പോൾ ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹീറ്റ് എക്സ്ചേഞ്ചർ ഇസ് എ ഡിവൈസ് വിച്ച് പ്രൊവൈഡ്സ് ട്രാൻസ്ഫർ ഹീറ്റ് ഫ്രം വാം ലിക്വിഡ് ലൈൻ. ചൂടായി ഇരിക്കുന്ന ലിക്വിഡ് ലൈനും അതുപോലെ കോൾഡ് ഗ്യാസ് സക്ഷൻ ലൈനിലുള്ള തണുത്ത ഗ്യാസും തമ്മിലുള്ള ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു ഉപകരണമാണ് എന്ത്, ഹീറ്റ് എക്സ്ചേഞ്ചർ. അതായത് വാം ലിക്വിഡ് ലൈനിനെയും കോൾഡ് ഗ്യാസ് തണുത്ത ഗ്യാസ് ഉള്ള സക്ഷൻ ലൈനും തമ്മിൽ ഒരു ബന്ധം വരുത്തുന്ന വിധത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു ഉപകരണമാണ് ഹീറ്റ് എക്സ്ചേഞ്ചർ. ഇറ്റ് ഈസ് മൗണ്ടഡ് ഇൻ ദ ലിക്വിഡ് ലൈൻ ആൻഡ് സക്ഷൻ ലൈൻ. ഇത് ലിക്വിഡ് ലൈനിനും സക്ഷൻ ലൈനിലും കൂട്ടിയാണ് ഇത് മൗണ്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക അല്ലെങ്കിൽ ബന്ധിപ്പിച്ചിട്ടുണ്ടായിരിക്കുക. ഇറ്റ് ഈസ് എ സിലിണ്ടറിക്കൽ ഷെൽ, ഒരു സിലിണ്ടർ ആകൃതിയുള്ള ഒരു ഷെല്ലാണ്. വിച്ച് പ്രൊവിഷൻ മെയ്ഡ് ബിറ്റ്വീൻ ദ ലിക്വിഡ് ലൈൻ ആൻഡ് സക്ഷൻ ലൈൻ. എന്താ അതിന്റെ പ്രത്യേകത? ഇത് ലിക്വിഡ് ലൈനെയും സക്ഷൻ ലൈനെയും പരസ്പരം ബന്ധിപ്പിക്കും. ഇനി സാധാരണ റെഫ്രിജറേറ്ററുകൾ, വീട്ടിൽ ഉപയോഗിക്കുന്ന റെഫ്രിജറേറ്ററുകൾ ഹീറ്റ് എക്സ്ചേഞ്ചർ ആയിട്ട് പ്രവർത്തിപ്പിക്കുന്നത്, ഇപ്പൊ നിങ്ങൾ ആ ഫിഗറിൽ കണ്ട ആ ഫിഗറൊക്കെ കണ്ടില്ലേ, അത് ഒക്കെ വലിയ സിസ്റ്റങ്ങളിലാണ് അതൊക്കെ ഉണ്ടായിരിക്കാം. സാധാരണ റെഫ്രിജറേറ്ററുകളിലും ഹീറ്റ് എക്സ്ചേഞ്ചർ ആയിട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് വെച്ചാൽ, ഈ ഹീറ്റ് എക്സ്ചേഞ്ചർ ആയിട്ട് ഉപയോഗിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, കാപ്പിലറി ട്യൂബിനെയും സക്ഷൻ ലൈനിനെയും പരസ്പരം ചുറ്റിയിട്ടോ അല്ലെങ്കിൽ ഒട്ടിച്ചോ, തമ്മിൽ ഒട്ടിച്ചോ അല്ലെങ്കിൽ ചുറ്റിയിട്ടോ ഇങ്ങനെ പരസ്പരം തട്ടിച്ച് കുറെ ദൂരം കൊടുക്കുന്നുണ്ടായിരിക്കും. അങ്ങനെയാണ് ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്യുന്നത്. അതായത് ലിക്വിഡ് ലൈൻ എന്ന് പറഞ്ഞാല് കാപ്പിലർ ട്യൂബാണ് അവിടെ ലിക്വിഡ് ലൈനാണ് ഉപയോഗിക്കുന്നത് അല്ലെ. കാപ്പിലർ ട്യൂബിന്റെ വേറൊരു പേരാണ് ലിക്വിഡ് ലൈൻ. അപ്പൊ സാധാരണ റെഫ്രിജറേറ്ററുകൾ, സിംഗിൾ ഡോർ റെഫ്രിജറേറ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലുള്ള റെഫ്രിജറേറ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അത് കുറച്ച് പഴയ മോഡൽ റെഫ്രിജറേറ്റർ ആണെങ്കിൽ ഈസി ആയിട്ട് കാണാം. പുതിയ മോഡലാണെങ്കിലും സൂക്ഷിച്ച് നോക്കിയാൽ കാണാം. എന്തായാലും ഇനി ക്ലാസ്സിൽ വരുമ്പോൾ നമുക്ക് അതിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കും, കാണുകയൊക്കെ ചെയ്യാം. അപ്പൊ ആ കാപ്പിലർ ട്യൂബിൽ നിന്ന് ഹീറ്റിനെ സക്ഷൻ ലൈനിലേക്കും ട്രാൻസ്ഫർ ചെയ്യും. സക്ഷൻ ലൈൻ എന്ത് ചെയ്യും, ഈ കാപ്പിലർ ട്യൂബിൽ നിന്ന് ഹീറ്റിനെ വലിച്ചെടുക്കുകയും ചെയ്യും. അപ്പൊ പരസ്പരം അവിടുന്ന് ഒരു ഹീറ്റ് ട്രാൻസ്ഫറിങ് നടക്കും. അതുവഴി ലിക്വിഡ് ലൈന് പൂർണ്ണമായിട്ടും ലിക്വിഡായി മാറും. സക്ഷൻ ലൈനിലെ ഗ്യാസ് പൂർണ്ണമായിട്ടും വേപ്പറായിട്ടും മാറും. അപ്പോ റെഫ്രിജറേറ്ററിൽ അങ്ങനെയാണ് പറഞ്ഞത്. അതുപോലെ ഡീപ് ഫ്രീസറുകൾ, ഐസ്ക്രീം വെക്കുന്നൊക്കെ ഫ്രീസറുകളൊക്കെ ആണെങ്കിൽ അതില് 2-3 അടിയോളം കാപ്പിലർ ട്യൂബ് സക്ഷൻ ലൈനിൽ ചുറ്റി എടുക്കുകയാണ് ചെയ്യുക. പരമാവധി ഹീറ്റ് അവിടെ ട്രാൻസ്ഫർ ആവാൻ വേണ്ടിയിട്ട്, ഹീറ്റ് എക്സ്ചേഞ്ചർ ആയിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഈ സക്ഷൻ ലൈനിന്റെ മുകളിൽ കാപ്പിലർ ട്യൂബ് നന്നായിട്ട് ചുറ്റും. ഒരു 2-3 അടി നീളത്തില് ചുറ്റി എടുക്കും. അപ്പോൾ ആ ഹീറ്റ് ട്രാൻസ്ഫറിങ് എന്ന് പറഞ്ഞ ഹീറ്റ് എക്സ്ചേഞ്ചറിന്റെ പ്രവർത്തനം അവിടെ നടക്കും. അങ്ങനെയാണ് ചെറിയ സിസ്റ്റങ്ങളിലൊക്കെ ചെയ്യാം. വലിയ സിസ്റ്റങ്ങളിലാണെങ്കിൽ നേരത്തെ കണ്ടപോലെ, ഫിഗറിൽ കണ്ടപോലെ ഒരു ഡിവൈസ് തന്നെ അവിടെ. ഇനി അഡ്വാൻറ്റേജസ് ഓഫ് ഹീറ്റ് എക്സ്ചേഞ്ചർ. ഹീറ്റ് എക്സ്ചേഞ്ചറിന്റെ അഡ്വാൻറ്റേജസ്: 1, the vapor which could not condense in the condenser will condense by coming in contact with the suction line. കണ്ടൻസറിൽ നിന്ന് വരുന്ന ലിക്വിഡ് റെഫ്രിജറന്റ്, കണ്ടൻസറിൽ നിന്ന് വരുന്ന ലിക്വിഡ് റെഫ്രിജറന്റ് സക്ഷൻ ലൈനുമായി പൂർണ്ണമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ഹീറ്റ് എക്സ്ചേഞ്ചർ സഹായിക്കുന്നു.
രണ്ടാമത്തെ ദ ലിക്വിഡ് വിച്ച് കുഡ് നോട്ട് വേപ്പറൈസ്ഡ് ഇൻ ദ ഇവാപ്പറേറ്റർ വിൽ ഇവാപ്പറേറ്റ്സ് ബൈ കമ്മിങ് ഇൻ കോണ്ടാക്ട് വിത്ത് ദ ലിക്വിഡ് ലൈൻ. ലിക്വിഡ് ലൈനിൽ വെച്ചിട്ട് പൂർണ്ണമായിട്ടും ലിക്വിഡ് ആവാത്ത റെഫ്രിജറന്റ് പൂർണ്ണമായിട്ടും ലിക്വിഡ് ആവുന്നതിന് വേണ്ടിയിട്ട് ഹീറ്റ് എക്സ്ചേഞ്ചർ സഹായിക്കുന്നു. മൂന്നാമത്തെ ഇറ്റ് ഇൻക്രീസസ് 10% to 20% എഫിഷ്യൻസി ഓഫ് ദ റെഫ്രിജറേറ്റർ മെഷീന്റെ എഫിഷ്യൻസി കാര്യക്ഷമത 10% 20% വരെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഹീറ്റ് എക്സ്ചേഞ്ചർ സഹായിക്കുന്നു. ഇത്രയും 3 പ്രത്യേകത കൂടി അഡ്വാൻറ്റേജും കൂടി ഈ ഹീറ്റ് എക്സ്ചേഞ്ചർ ഉപയോഗിക്കുന്നതുകൊണ്ട് മെഷീന് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പൊ ഇത്രയും ഭാഗങ്ങളാണ് നിങ്ങൾ ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇതോടുകൂടി ഈ ചാപ്റ്ററിന്റെ അവസാന ഭാഗം കാണുന്നത്. ഇത്രയും കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ തീർന്നു. ഇനി ഇതിലുള്ള എല്ലാ സംശയങ്ങളും നിങ്ങൾക്ക് വാട്സപ്പ് വഴി നേരിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഫോൺ വഴി വിളിച്ചാൽ അങ്ങനെയും പറയാം. അതല്ലെങ്കിൽ പേഴ്സണലായിട്ട് നിങ്ങൾക്ക് വേറെ ഏത് വിധത്തിൽ വേണമെങ്കിലും ബന്ധപ്പെടാം. ഓക്കെ, അപ്പൊ ഇതിൽ തന്നെ ഇത്രയും നോട്ട്സ് ഇത് നിങ്ങൾക്ക് എഴുതിയെടുക്കാം. നോട്ടിൽ എഴുതിയെടുക്കാം. ഇത് ക്ലിപ്പിൽ കണ്ട എല്ലാ നോട്ടുകളും അതായത് ഹെഡിങ്ങിന്റെ താഴെയായിട്ട് നിങ്ങൾക്ക് എഴുതിയെടുക്കാം. അതുപോലെ ഇതിൽ കാണുന്ന ഇതേ ഫിഗർ നിങ്ങൾ നോട്ടിൽ ഒരു നോട്ട് ബുക്കിൽ ഒരു ചാപ്റ്റർ എന്ന നിലയിൽ മിസലേനിയൽ കമ്പോണൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്റർ ആയിട്ട് നിങ്ങൾ എഴുതിയെടുക്കുകയും വേണം. ഓക്കെ, അപ്പോ ഇതോടുകൂടി ഈ ക്ലാസ് തീരുകയാണ്. താങ്ക്സ്.